സൂപ്പർ പടം. ജയറാമിനൊക്കെ അടിപൊളി, മോനും നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കഥ, നല്ല നല്ല മോനും തകർത്തുണ്ട്. ഗംഭീര സിനിമ, ഫാമിലി നല്ല രസമുള്ള പടം. ജയറാമേട്ടൻ്റെ ഒത്തിരി നാൾ കാത്തിരുന്ന പടം തിരിച്ച് ജയറാമേട്ടനെ തന്നു എന്ന് പറയുമ്പോൾ ഗംഭീര ഫാമിലി സബ്ജക്റ്റാണ് കാണേണ്ട കണ്ടു പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും സിനിമയാണല്ലോ. നല്ല ഡിഫറൻസ് ആണ്. അത് തന്നെ സിനിമ എന്ന് പറയുന്നത് വേറൊരു തലമാണ്. എത്തിപ്പെട്ടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. നമ്മൾ പറഞ്ഞ ഡയലോഗ് കാരണം അവർ ചിരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം കിട്ടുന്ന സന്തോഷം മണ്ടയ്ക്കൊന്നുമില്ല. പിന്നെ രണ്ട് സിനിമയാണ്. ആശകളായാലും വേറൊരു ഫാമിലി പടമാണ്, മറ്റേതൊരു ഹൊറർ കോമഡിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. എന്താ പറയുക, ഹൊറർ ഭയങ്കര സന്തോഷം. ആദ്യത്തെ ഹിറ്റ് പടം മലയാളത്തിലെ, പിന്നെ പഴയൊരു ജയറാമേട്ടനൊക്കെ തിരിച്ചു വന്ന പോലെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി പടം. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ജയറാമേട്ടൻ എപ്പോഴും ഫാമിലി കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ജയറാമേട്ടനെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അത് വീണ്ടും അതുപോലെ പഴയ ജയറാമേട്ടനെ ആ ഒരു ഇത് കിട്ടി, ഭയങ്കര സന്തോഷം. ജയറാം മോൻ്റെ നല്ല നല്ല ആക്ഷൻ പാടം, നല്ല അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു. അതിന് അവസാനം ഒരു ഡയലോഗുണ്ട്, പഴയ പടത്തിൻ്റെ ഡയലോഗ്. അച്ഛനാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ പടത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. അടിപൊളി പടം. കാരണം പ്രേക്ഷകരെ ചിരിപ്പിച്ചും അതുപോലെ തന്നെ ചിന്തിപ്പിച്ചും മനസ്സൊന്ന് നമ്മളെ കണ്ണീരൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്ന ഒരു നിമിഷങ്ങളൊക്കെ സമ്മാനിച്ച അച്ഛനും മകനും തകർത്ത് അഭിനയിച്ച സിനിമ. കാരണം ഒരു ഫാമിലി പടം എനിക്കൊന്നും പണ്ടത്തെ ജയറാമേട്ടനെയൊക്കെ വീണ്ടും തിരിച്ചു കിട്ടി. അതൊരു 100 മടങ്ങ് ഇരട്ടിയായിട്ട് തന്നെ തിരിച്ചു കിട്ടി. സിനിമയിലെ കഥ പറയുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു അടിപൊളി സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആശിച്ചും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ്, മികച്ച ഡയറക്ഷൻ, മികച്ച മ്യൂസിക്, കിടിലം ഫാമിലി എന്റർടൈൻമെന്റ്. ത്രൂ ഔട്ട് ഒരു എന്റർടൈനറാണ്. എല്ലാ രീതിയിലും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ഇതിൻ്റെ ക്യാമറ ചെയ്ത് ഞാനായതുകൊണ്ട് വിഷ്വൽസും നല്ലതായിരുന്നു. മ്യൂസിക് അതെല്ലാം താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹായ്. മാസുണ്ട് കൊല മാസം എന്ന് പറഞ്ഞാൽ കോലമാസം 2026 ജയറാമിൻ്റെ മകൻ കാളിദാസനും കൂടെ തൂക്കി. അത് അടിപൊളി പടം. ഇവര് വേണ്ടിയിട്ട് വരുന്ന 2-3 കോമ്പോസിഷൻ ഉണ്ട്. അവിടെ മൊത്തം എൻ്റെ കണ്ണ് നിറഞ്ഞൊടുക്കുമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു പടം കാണുമ്പോൾ ഇതുപോലെ കരയുന്നത്. 2026 ജയറാമിൻ്റെ മകനും കൂടി പടം തൂക്കി. കൊല്ലം മാസമാണ്. നമുക്ക് ഇതിനകത്ത് നല്ല പഴയൊരു ജയറാമിൻ്റെ ഒരു പാട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കോമഡി ഉണ്ട്. നല്ലൊരു ഫാമിലി പടം. 2026 ജയറാമും മകനും തൂക്കി. മാസുണ്ട് കൊല്ലം മാസം. വലിയ സന്തോഷം. പ്രേക്ഷകരോട് ആദ്യത്തെ ഷോ കാണുന്നത് വലിയ സന്തോഷമാണ്. എല്ലാവരും കണ്ടോ? എല്ലാവരും കാണും. പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് തരുന്നത്. ഫാമിലി പടം ആയതുകൊണ്ടും ഇവർ രണ്ടുപേരുടെ കോംബോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംബോ ആയതുകൊണ്ടും അടിപൊളിയായിട്ടാണ് പറയുന്നത് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുമ്പോഴൊരു എല്ലാവർക്കും ഉള്ള പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി ആശ ചേച്ചി ചക്കരേ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ശരിക്കും ഒരു അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്കൊക്കെ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കണം. ഒരു രക്ഷയൊന്നും പറയാനില്ല. പിന്നെ 2003 ഇറങ്ങി എൻ്റെ കൂടെ പോയില്ലെന്ന് പറഞ്ഞ ശേഷം 23 വർഷമായില്ലേ ഇപ്പോൾ വീണ്ടും ഒരുമിച്ചിട്ട്. ആ വെയിറ്റിംഗ് അവരെന്തായാലും മോശമായില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തോ ഒരു വെയിറ്റ് ഫീൽ ചെയ്യണം പടം കണ്ടു കഴിയുമ്പോൾ. അത്ര ഇമോഷണൽ സപ്പോർട്ടാവും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും ഇമോഷണൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യും. വിജയമായാലും ഡയലോഗ് എല്ലാം ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യും. പടത്തിൻ്റെ പേര് പോലെ ക്ലൈമാക്സിലൊക്കെ ആശ്രയിച്ച് നല്ല രീതിക്ക് ലീഡ് ചെയ്തു നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തും. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യുന്ന പടമാണ്. എല്ലാവരും പോകണം, എല്ലാവരും കാണണം.